സിലോജിസത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഇത് കേൾക്കുമ്പം കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നുമെങ്കിലും ഈ സംഭവം ഭയങ്കര സിമ്പിളാണ്. നമ്മൾ നമ്മുടെ ലോജിക്ക് യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കി അങ്ങ് വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് ഇതൊക്കെ തന്നെ അങ്ങ് കിട്ടിക്കോളും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഫസ്റ്റ് കേസ് നോ റിലേഷൻ ബിറ്റ്വീൻ ടു എലമെൻറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിൽ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ഒറ്റ റിലേഷൻ പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഒരു ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ അതൊരു ഫോൾസ് കൺക്ലൂഷൻ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ആ കൺക്ലൂഷൻ ഒരു പോസിബിൾ കൺക്ലൂഷൻ ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എയും ബിയും രണ്ട് എലമെൻറ്റ്സ് ആയിട്ട് എടുത്തു. ഈ എലമെൻറ്റ്സ് തമ്മിൽ യാതൊരു റിലേഷനും ഇല്ല എന്ന് വെച്ചാൽ ഇതിൽ കോമൺ ആയിട്ട് എലമെൻറ്റ്സ് ഒന്നുമില്ല, അല്ലെങ്കിൽ എ ബിയിലല്ല ബി എയിലല്ല, അങ്ങനെ ഒറ്റ റിലേഷൻ പോലും നമുക്ക് ഈ എയും ബിയും തമ്മിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുകയാണ് എയും ബിയും തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഡെഫിനറ്റായിട്ട് പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഫോൾസ് ആയിരിക്കും. കാരണം ഒരു റിലേഷൻ പോലും ഇല്ലാത്തൊരു സാധനത്തിന് പെട്ടെന്ന് വന്നിട്ട് റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അതെന്താണ്? ഫോൾസ് ആണ്. എന്നതൊരു പോസിബിൾ കൺക്ലൂഷനാണ് പറയുന്നതെങ്കിലോ, എന്ന് വെച്ചാൽ എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടായിരിക്കാം, അതിനൊരു സാധ്യതയുണ്ട് ഉണ്ടാവാൻ. അത് ട്രൂ അല്ലേ? കാരണം ഇപ്പോൾ ഒറ്റ റിലേഷൻ പോലും ഇല്ലാത്തൊരു സംഭവത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു റിലേഷൻ കൊടുക്കാം. എന്താ, എ ഗ്രേറ്റർ ദാൻ ബി എന്നോ അല്ലെങ്കിൽ എ ഇൻ ബി എന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിലേഷൻ നമുക്ക് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും അല്ലേ? അപ്പം റിലേഷൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു പോസിബിൾ കൺക്ലൂഷൻ പോസിബിൾ ആണ്. അപ്പോൾ പോസിബിൾ കൺക്ലൂഷൻസ് ഒക്കെ ഓൾവേസ് ട്രൂ ആയിരിക്കും. എങ്ങനെയുള്ള കേസിൽ ഈ രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ഒറ്റ റിലേഷൻ പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കേസിൽ ഡെഫിനിറ്റ് കൺക്ലൂഷൻ ആണെങ്കിൽ അതൊരു ഫോൾസ് ആയിരിക്കും, പോസിബിൾ കൺക്ലൂഷൻ ആണെങ്കിൽ അത് ട്രൂ ആയിരിക്കും. ഈ കേസ് മനസ്സിലായില്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് രണ്ടാമത്തെ കേസിലേക്ക് പോകാം. ഫോർ എ ബ്ലാങ്ക് സ്പേസ് യൂസ് പോസിബിലിറ്റി, അതർവൈസ് ഫോൾസ്. For a blank space, use possibility, otherwise false. പിന്നെ ഈ സിലോജിസം നമുക്ക് പല രീതിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വെൻ ഡയഗ്രം ആണ്. ഇനി ഇത് ഫോർ എ ബ്ലാങ്ക് സ്പേസ് യൂസ് പോസിബിലിറ്റി, അതർവൈസ് ഫോൾസ്. ഇപ്പോൾ ഞാനൊരു കേസ് എടുക്കുകയാണ്. ഓൾ എ ആർ ബി, അതായത് ഇത് എ, ഓൾ എ ആർ ബി. ഓക്കെ, ഓൾ എ ആർ ബി എന്ന് പറയുന്ന കേസ്. ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വേറെ കാര്യങ്ങൾ പറയാൻ പറ്റും? ഇതിൽ നിന്ന് സം ബി ആർ നോട്ട് എ എന്ന് പറയത്തില്ലേ? സം ബി ആർ നോട്ട് എ. ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ഇല്ലേ ഇങ്ങനത്തെ കേസുകളിൽ ഈ ബ്ലാങ്ക് സ്പേസിൽ ഒറ്റ റിലേഷൻ പോലും പറയുന്നില്ല. എല്ലാ എകളും ബി ആണെന്നേ പറയുന്നുള്ളൂ, തിരിച്ച് എല്ലാ ബികളും എ ആണെന്ന് പറയുന്നില്ല. പിന്നെ എന്താണ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊന്നും നമുക്കിവിടെ പറയുന്നില്ല. അപ്പം ഇങ്ങനെ വരുമ്പം നമുക്ക് വേണമെങ്കിൽ ഒരു റിലേഷൻ എയും ബിയും തമ്മിൽ കൊടുക്കാം. അപ്പോൾ കൺക്ലൂഷനിൽ പോസിബിലിറ്റിയാണ് പറയുന്നതെങ്കിൽ അതെപ്പോഴും ട്രൂ ആയിരിക്കും. പോസിബിലിറ്റിയാണ് കൺക്ലൂഷനിൽ പറയുന്നതെങ്കിൽ അതെപ്പോഴും ട്രൂ ആയിരിക്കും. ഡെഫിനിറ്റാണ് പറയുന്നതെങ്കിലോ അത് ഫോൾസ് ആയിരിക്കും. കാരണം ഇപ്പം നമ്മളോട് കൺക്ലൂഷനിൽ പറയണോ ഓൾ ബി ആർ എ, നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഓൾ എ ആർ ബി എന്നാണ്, നേരെ തിരിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ ഓൾ ബി ആർ എ ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞെങ്കിൽ അത് ശരിയായിരിക്കും. ഓക്കെ, ഇനി അടുത്ത കേസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഓൾറെഡി രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ ഒരു റിലേഷൻ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്താണ്, രണ്ട് എലമെൻറ്റ്സ് തമ്മിൽ റെസ്ട്രിക്ഷൻ പറഞ്ഞിരിക്കുക. അങ്ങനെയാണെങ്കിൽ കൺക്ലൂഷൻ ഒരിക്കലും പോസിബിലിറ്റി അലോ ചെയ്യരുത്. അതായത് ഇപ്പം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഈ എയും ഈ ബിയും തമ്മിൽ ഒരു ഒറ്റ റിലേഷൻ പോലും ഇല്ല എന്നാണ് നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൺക്ലൂഷനിൽ പറഞ്ഞിരിക്കുക എയും ബിയും തമ്മിൽ എന്താണ്, ഒരു റിലേഷൻ
ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അനുവദിക്കരുത്, അത് ഒരിക്കലും ശരിയല്ല, അത് ഫോൾസ് ആണ്. കാരണം എന്താ, എയും ബിയും തമ്മിൽ ഒറ്റ റിലേഷൻ പോലും ഇല്ലയെന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ കൺക്ലൂഷനിൽ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് തെറ്റാണ്. ഇനി എയും ബിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് ഡെഫിനറ്റ് ആയിട്ട് നമ്മളോട് സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുക. അപ്പോൾ കൺക്ലൂഷനിൽ തന്നിരിക്കുകയാണ് എയും ബിയും തമ്മിൽ റിലേഷൻ ഒന്നും ഇല്ലാതിരിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതവിടെ തെറ്റായിരിക്കും. കാരണം എന്താണ്, റിലേഷൻ ഉണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പം സിമ്പിളായിട്ട് മനസ്സിലാക്കാവേ. ഇനി അടുത്ത കേസാണ് എയ്തർ ഓർ കണ്ടീഷൻ. എയ്തർ ഓർ കണ്ടീഷൻ നമുക്ക് എപ്പോഴും കൺഫ്യൂസ് വരാറുള്ളൊരു സംഭവമാണ്. അപ്പം ഇത് നമുക്ക് പറയുന്നതിന് മുമ്പ് ഒരു എക്സാമ്പിളിലൂടെ എയ്തർ ഓർ മനസ്സിലാക്കാം. എക്സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് സം ഡോഗ്സ് ആർ ക്യാറ്റ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ വെൻ ഡയഗ്രം യൂസ് ചെയ്താണ് ഇത് സോൾവ് ചെയ്യുന്നത്. സം ഡോഗ്സ് ആർ ക്യാറ്റ്, സം ഡോഗ്സ് ആർ ക്യാറ്റ്. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് സം ക്യാറ്റ്സ് ആർ ലയൺസ്. അപ്പോൾ ഇത് ലയണായിട്ട് എടുത്ത് സം ക്യാറ്റ്സ് ആർ ലയൺ. സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സം ഡോഗ്സ് ആർ ലയൺ, സം ഡോഗ്സ് ആർ ലയൺ. ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് ആയേനെ അല്ലേ. കാരണം എന്താ, ഈ ഡോഗും ലയണും തമ്മിൽ ഒരു കണക്ഷനും എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് വരാണ്ടിരിക്കാം. ഇവിടെ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണോ തന്നിരിക്കുന്നത്? അല്ല. സം ഡോഗ്സ് ആർ ഡെഫിനറ്റ്ലി ക്യാറ്റ്സ് എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമുക്കിത് ഡെഫിനറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആവും. അപ്പോൾ ഇതും ട്രൂ ആയേനെ. പക്ഷേ ഇത് ഡെഫിനറ്റ് സ്റ്റേറ്റ്മെൻ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ഡോഗ്സ് ആർ ലയൺ, സം ഡോഗ്സ് ആർ ലയൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സം ഡോഗ്സ് ആർ ലയൺ ഈസ് എ പോസിബിലിറ്റി എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അത് ട്രൂ ആയേനെ. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണെന്ന് കിട്ടി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, രണ്ടാമത്തെ കൺക്ലൂഷൻ നൺ ഓഫ് ദ ഡോഗ്സ് ഈസ് എ ലയൺ എന്ന് വെച്ചാൽ നൺ ഓഫ് ദ ഡോഗ്സ് ഈസ് എ ലയൺ. ഇത് രണ്ടും എന്താണ്, ഒറ്റ ഡോഗ് പോലും ലയൺ ആവുന്നില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതും തെറ്റല്ലേ. കാരണം ഈസ് എ പോസിബിലിറ്റി എന്ന് പറയുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ശരിയായേനെ അല്ലേ. അപ്പം ഇതും തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. അപ്പം ഈ കേസ് നോക്കിയേ, ഇതെന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കേസല്ലേ. കാരണം ഇവിടെ ഈ നോ, നോട്ട്, നണ്ണ് ഇങ്ങനത്തെ കേസസൊക്കെയാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് അല്ലെങ്കിൽ നെഗറ്റീവ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഇതൊരു പോസിറ്റീവ് കൺക്ലൂഷൻ അല്ലേ. ഇവിടെ എന്താണ്, നോട്ട്, നണ്ണ് അങ്ങനത്തെ കേസസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടുള്ള കൺക്ലൂഷനുമാണ്. ഓക്കെ, അടുത്തത് ഈ രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കി, നൺ ഓഫ് ദ ഡോഗ്സ് ഈസ് എ ലയൺ. ഇതെന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കൺക്ലൂഷനാണ്. ഇതൊരു പോസിറ്റീവ് കൺക്ലൂഷനായിരുന്നു, ഇതൊരു നെഗറ്റീവ് കൺക്ലൂഷനാണ്. കാരണം ഇവിടെ നൺ യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് തെറ്റായിട്ടുള്ളൊരു കൺക്ലൂഷനുമാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ കൺക്ലൂഷൻസ് ഒരെണ്ണം പോസിറ്റീവാണ്, ഒരെണ്ണം നെഗറ്റീവാണ്, രണ്ടും തെറ്റായിട്ടുള്ള കൺക്ലൂഷനാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെയുണ്ട്, എന്താ, എലമെൻറ്റ്സ് രണ്ടും സെയിം ആണ്. ഇവിടെ ഡോഗും ഇവിടെ ലയണുമാണ്, ഇവിടെയും ഡോഗും ലയണുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എയ്തർ വൺ ഓർ ടു എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എയ്തർ ഓറിൻ്റെ കണ്ടീഷൻസിലേക്ക് പോകാം. ബോത്ത് എലമെൻറ്റ്സ് മസ്റ്റ് ബി സെയിം ഇൻ കൺക്ലൂഷൻസ്. അതായത് രണ്ട് കൺക്ലൂഷനിലും എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. സെയിം ആണല്ലോ ഇവിടെ. വൺ മസ്റ്റ് ബി പോസിറ്റീവ് ആൻഡ് അതർ മസ്റ്റ് ബി നെഗറ്റീവ്. ഒരു കൺക്ലൂഷൻ പോസിറ്റീവ് കൺക്ലൂഷൻ ആയിരിക്കണം, മറ്റേ കൺക്ലൂഷൻ നെഗറ്റീവ് കൺക്ലൂഷൻ ആയിരിക്കണം. പിന്നെ ബോത്ത് മസ്റ്റ് ബി റോങ്. രണ്ട് കൺക്ലൂഷൻസും തെറ്റായിട്ടുള്ള കൺക്ലൂഷൻസ് ആയിരിക്കണം. ഇനി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആണോ എന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം നമുക്കല്ലേ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കോംപ്ലിമെൻ്ററി പെയേഴ്സ് യൂസ് ചെയ്യുന്നത്. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സം നോട്ട്, മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾ, ഇങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് ആയിരിക്കും. സം നോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ്, ഓൾ എന്ന് പറയുന്നത് പോസിറ്റീവ്. ഇനി സം നോട്ട്, സം നോ അങ്ങനത്തെ കേസസ് ഒക്കെ വരുമ്പം എന്താണ്, ഇതൊക്കെ കോംപ്ലിമെൻ്ററി പെയേഴ്സാണ്. നിങ്ങൾ എവിടെയെങ്കിലും കൺക്ലൂഷൻസ്, ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടു, കൺക്ലൂഷൻസ് നോക്കുമ്പോൾ രണ്ട് കൺക്ലൂഷനും റോങ് ആണെങ്കിൽ നൺ ഫോളോസ് മാർക്ക് ചെയ്യാതെ ഏതർ ഓർ വരുമോയെന്നൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ചെക്ക് ചെയ്ത് പോവുക. എലമെൻറ്റ്സ് സെയിം ആണോ നോക്കുക, പോസിറ്റീവ് നെഗറ്റീവ് ആണോ നോക്കുക, പിന്നെ എന്താ രണ്ടും തെറ്റാണ്. അപ്പോൾ പിന്നെ ഏതർ ഓർ ആയിരിക്കും അവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഇക്കാര്യം ഓർത്തിരിക്കുക. അടുത്തതാണ് നമ്മുടെ നെയ്തർ നോർ കണ്ടീഷന്. ഈ നെയ്തർ നോർ കണ്ടീഷനും ഏതർ ഓറും ഏകദേശം സെയിം തന്നെയാണ്. നെയ്തർ നോറിൻ്റെ അകത്ത് എലമെൻറ്റ്സ് എന്താണ്, സെയിം ആയിരിക്കത്തില്ല. പക്ഷേ മറ്റേ കേസിൽ, ഏതർ ഓർ കേസിൽ എലമെൻറ്റ്സ് സെയിം ആയിരിക്കും. അതാണ് നമ്മുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വെച്ച് നോക്കാവേ. സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നോ മാർക്കറ്റ് ഈസ് ഹോം. അപ്പം ഇത് മാർക്കറ്റ്, ഇത് ഹോം.
നോ മാർക്കറ്റ് ഈസ് ഹോം, ഇത് തമ്മിൽ ഒരു റിലേഷനും ഇല്ല. ഓൺലി എ ഫ്യൂ ഹോം ആർ റൂം, ഓൺലി എ ഫ്യൂ ഹോം ആർ റൂം, അതായത് ഈ ഹോമിൽ കുറച്ച് ആൾക്കാർ റൂമിൽ ഇല്ല എന്നാണ് പറയുന്നത്. അതാണ് ഓൺലി എ ഫ്യൂ. ഓൺലി എ ഫ്യൂ ഒക്കെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുമ്പം ശ്രദ്ധിക്കണേ. എന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർ മാത്രമാണ് റൂമായിട്ടുള്ളത്, ബാക്കി കുറച്ച് ആൾക്കാർ റൂമിലില്ലെന്നാണ് പറയുന്നത്. ഇനി അടുത്തത് ഓൺലി എ ഫ്യൂ റൂം ഈസ് വാൻസ്, എന്ന് വെച്ചാൽ ഇവിടെയും അതുപോലെ തന്നെ ഈ റൂമിലെ കുറച്ച് ആൾക്കാർ ഇവിടെ ഇല്ല, അതാണ് പറയുന്നത്. അപ്പോൾ ഈ ഓൺലി എ ഫ്യൂ വരുമ്പം ശ്രദ്ധിക്കണം. ഇനി കൺക്ലൂഷനിലേക്ക് പോകാം. സം ഹോം ആർ വാൻസ്, സം ഹോം ആർ വാൻസ് ആണോ? നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ സം ഹോം ആർ വാൻസ് എന്ന്? ഇല്ല. സം ഹോം ആർ വാൻസ് ഇസ് എ പോസിബിലിറ്റി എന്ന് പറയുകയായിരുന്നെങ്കിൽ മാത്രമേ അത് ശരിയായിട്ട് വരത്തുള്ളൂ. ഇതിവിടെ ഡെഫിനറ്റ് കൺക്ലൂഷനാണ് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് തെറ്റാണ്. രണ്ടാമത്തെ കേസ് എന്താണ്? കൺക്ലൂഷൻ എന്താണ്? സം മാർക്കറ്റ് ക്യാൻ നെവർ ബി എ ഹോം. സം മാർക്കറ്റ് എവിടെ? സം മാർക്കറ്റ് ക്യാൻ നെവർ ബി എ ഹോം. ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഈ കുറച്ച് മാർക്കറ്റിന് ഒരിക്കലും എന്താണ് റൂം ആവത്തില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇവിടെ ഹോമുമായിട്ടാണ് ഒരു റിലേഷനും ഇല്ലയെന്ന് പറഞ്ഞിരിക്കുന്നത്, റൂമായിട്ട് റിലേഷൻ ഇല്ലെന്ന് നമുക്ക് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊരു പോസിബിലിറ്റി ആയിരുന്നെങ്കിൽ ശരിയായേനെ, പക്ഷേ ഇത് ഡെഫിനറ്റ് ആയതുകൊണ്ട് ഇതും തെറ്റാണ്. ഇനി ഇതൊരു പോസിറ്റീവ് കൺക്ലൂഷൻ അല്ലേ, ഇതൊരു നെഗറ്റീവ് കൺക്ലൂഷൻ അല്ലേ, പിന്നെ ഇവിടെ എലമെൻറ്റ്സ് രണ്ടും ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ് നമ്മൾ നെയ്തർ നോർ യൂസ് ചെയ്യും. ഒരു സിലോജിസത്തിൽ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം ഇവിടെ കണ്ടത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് സിലോജിസം വിതിൻ സെക്കൻഡ്സ് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും.